ഹായ് ഓൾ, നിങ്ങളുടെ ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 2 ലാബുകൾ ഉണ്ട്. അതിൽ ഒരു ലാബാണ് MEL202 FM ആൻഡ് HM ലാബ്. ദാറ്റ് മീൻസ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ലാബ്. ഇതിൽ FM എന്ന് പറയുന്ന പാർട്ട് നിങ്ങൾ ഓൾറെഡി തേർഡ് സെമസ്റ്ററിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന കോഴ്സായിട്ട് നിങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് അതിൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ല, മേ ബി അതിൻ്റെ എക്സാം ഉടനെ വരുമായിരിക്കാം. ദെൻ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന പാർട്ട് നിങ്ങളിപ്പോൾ കറൻ്റ്ലി S4ൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കോഴ്സിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ്സ് നിങ്ങൾ പ്രാക്ടിക്കലി അതിൻ്റെ നോളജ് ഒന്നും കൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു സിലബസും അതിൻ്റെ സൈക്കിൾ ഓഫ് എക്സ്പീരിയൻസും നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഞങ്ങൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് നോക്കിയെന്ന് വിചാരിക്കുന്നു. നോക്കിയിട്ടില്ലാത്തവർ അത് നോക്കുക, തീർച്ചയായിട്ടും നോക്കുക. കാര്യം പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നതാണ് ഒരു എൻജിനീയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിലൊരിക്കലും ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ FM ആൻഡ് HM ലാബിൻ്റെ ഫസ്റ്റ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ കോഴ്സിൽ മിനിമം 10 എക്സ്പെരിമെൻറ്റ്സ് ആണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോൾ 10 എക്സ്പെരിമെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സൈക്കിളിൽ 5ഉം സെക്കൻഡ് സൈക്കിളിൽ അടുത്ത 5 എക്സ്പെരിമെൻറ്റ്സുമായിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 സൈക്കിൾ നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഫസ്റ്റ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ അതിൽ 5 എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് വെഞ്ചൂറിമീറ്ററിൻ്റെ ഫ്ലോ മെഷർമെൻറ്റും അതിൻ്റെ കാലിബ്രേഷൻ, ദെൻ ഒറിഫൈസ് മീറ്റർ, ട്രയാങ്കുലർ നോച്ച്, സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പെർഫോമൻസ്, ദെൻ പെൽട്ടൺ വീലിൻ്റെ ലോഡ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 3 എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മോഫിൽ പഠിച്ച കൺസെപ്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് വെഞ്ചൂറിമീറ്റർ, ഒറിഫൈസ് മീറ്റർ, ട്രയാങ്കുലർ നോച്ച്. ദെൻ ബാക്കിയുള്ള 2 കാര്യങ്ങൾ സെൻട്രിഫ്യൂഗൽ പമ്പും പെൽട്ടൺ വീലും ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ആദ്യത്തെ 3 എക്സ്പെരിമെൻറ്റുകൾ നോക്കുമ്പോൾ അതിൽ വെഞ്ചൂറിമീറ്റർ, ഒറിഫൈസ് മീറ്റർ നമ്മൾ മെയിനായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏത് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? നിങ്ങൾ ബെർണൗളീസ് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് പഠിച്ചിരിക്കുന്നത്? ബെർണൗളീസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ വെഞ്ചൂറിമീറ്ററും ഒറിഫൈസ് മീറ്ററിൻ്റെയും പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുള്ളത്. വെഞ്ചൂറിമീറ്ററും ഒറിഫൈസ് മീറ്ററും ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ പറയാണ്. ഇത് കൂടാതെ നിങ്ങൾക്കുള്ളത് എന്താണ്? നോച്ച്, ട്രയാങ്കുലർ നോച്ച് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോച്ച് എക്സ്പെരിമെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ഇൻസ്ട്രുമെൻറ്റ്സും, അതായത് വെഞ്ചൂറിമീറ്ററും ഒറിഫൈസ് മീറ്ററും നോച്ചും, ഇത് 3ഉം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫ്ലോ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 3 ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ വെഞ്ചൂറിമീറ്റർ, ഒറിഫൈസ് മീറ്ററിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്ലോസ്ഡ് ചാനൽ ഫ്ലോയിൽ, അതായത് പൈപ്പ് ഫ്ലോയിലാണ് മെയിനായിട്ടും വരുന്നത്. നോച്ചസ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഓപ്പൺ ചാനൽസിലായിരിക്കും, അതായത് കനാല് പോലുള്ള സംഭവങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ നോച്ച് വെയർ എന്ന് പറയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെഞ്ചൂറിമീറ്ററും ഒറിഫൈസ് മീറ്ററും ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? മെയിനായിട്ടും ബെർണൗളീസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് വെഞ്ചൂറിമീറ്ററും ഒറിഫൈസ് മീറ്ററും എന്ന് പറയുന്നത്. അപ്പം ബെർണൗളീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് ബെർണൗളീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്ത് തന്നെയാണ്? എനർജി തന്നെ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്കൊരു ഫ്ലോ നടക്കുമ്പോൾ നമുക്കവിടെ എന്താണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും എങ്ങനെ ബെർണൗളീസ് ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്ത് ഓയിലേഴ്സ് ഇക്വേഷനിൽ നിന്നും നിങ്ങൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. P/ρg പ്ലസ് V²/2g പ്ലസ് Z = കോൺസ്റ്റൻറ്റ്. ഇതാണ് നിങ്ങൾ എന്ത് ബെർണൗളീസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചത്. ഇതിൽ നിങ്ങൾ P/ρg എന്ന് പറയുന്ന ടേമിന് നിങ്ങൾ പറഞ്ഞു എന്താണ്? പ്രഷർ ഹെഡ് പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദി ഫ്ലൂയിഡ്. പ്രഷർ ഹെഡ് പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദി ലിക്വിഡ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ V²/2g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? കൈനറ്റിക് എനർജി ഫ്ലോ അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ് പെർ യൂണിറ്റ് ഫ്ലോ വെയ്റ്റ് ഓഫ് ദി ലിക്വിഡ്. ആൻഡ് Z ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഹെഡ്, അല്ലെങ്കിൽ അതിനെ വേറൊരു പേര് പറയും ഡേറ്റം ഹെഡ് എന്നും പറയും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇത്ര ഓർക്കേണ്ട P/ρg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? പ്രഷർ ഹെഡ്. V²/2g മീൻസ് വെലോസിറ്റി ഹെഡ്, ആൻഡ് Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റം ഹെഡ്. അപ്പം ρg എന്ന് കിടക്കുമ്പോഴേ ആലോചിക്കണം ഇത് ഹെഡാണ്. ഹെഡ് എല്ലാം ഓരോ ടൈമും എന്തായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഹെഡായിട്ടാണ്. പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്, ഡേറ്റം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഹെഡ്. ഇതിൽ ഈ 2 ടേമിനെയും കൂടെ ക്ലബ് ചെയ്ത്, അതായത് P/ρgനെയും Zനെയും കൂടെ ചേർത്ത് പറയുന്ന പേര് P/ρg പ്ലസ് Z എന്ന് പറയുന്ന ഈ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പീസോമെട്രിക് ഹെഡ് എന്ന് പറയും. പീസോമെട്രിക് ഹെഡ് എന്ന് പറയാറുണ്ട്.
പീസോമെട്രിക് ഹെഡ്, അത് ഓൾറെഡി നിങ്ങൾ പ്രഷർ മെഷർമെൻറ്റിനകത്ത് പഠിച്ചാണ്. പീസോമെട്രിക് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേര് മാനോമെട്രിക് ഹെഡ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അതിനെ ഹൈഡ്രോളിക് ഹെഡ് എന്നോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് പ്രഷർ എനർജി ഹെഡ് എന്നോ വിളിക്കാറുണ്ട്. v²/2g എന്ന് പറയുന്നത് വെലോസിറ്റി, അപ്പം ഫ്ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണെന്ന് പറയുന്നത് വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെർണൗളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനിൽ ആദ്യം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് വെഞ്ചൂറിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വെഞ്ചൂറിമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഇൻറ്റേർണൽ ഫ്ലോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ചാനൽ ഫ്ലോയുടെ ഫ്ലോ മെഷർമെൻറ്റ് നടത്തണം എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ചൂറിമീറ്ററും ഒറിഫേസ് മീറ്ററും നോച്ചും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഫ്ലോ റേറ്റിൻ്റെ വേറൊരു പേരാണ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയും. ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ്. മെയിനായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് വോളിയം ഫ്ലോ റേറ്റ് ആയിരിക്കും മെഷർ ചെയ്യുന്നത്. ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ മാസ് ഫ്ലോ റേറ്റും ആവാം, പക്ഷേ നമ്മളിവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? വോളിയം ഫ്ലോ റേറ്റ്. ആ വോളിയം ഫ്ലോ റേറ്റ് Q, ഡിസ്ചാർജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Q വെച്ചിട്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വോളിയം ഫ്ലോ റേറ്റ് ആണെങ്കിൽ അത് ന്യൂട്ടൺ ആയിരിക്കും. വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം, ദറ്റ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. വോളിയം പെർ യൂണിറ്റ് ടൈം, അതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്ചാർജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വേറൊരു പ്രിൻസിപ്പിളോട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ നമുക്കറിയാം? A1 V1 ഈസ് ഈക്വൽ ടു A2 അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ AV ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ? അതായത് AV ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയാൻ മീൻ ചെയ്യുന്നത് എന്താണ്? അപ്പം ഇതിൻ്റെ പ്രോഡക്റ്റ് ഒരു കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് ഏരിയ കൂടുകയാണെങ്കിൽ അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയണം. ഇനി ഏരിയ കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വെലോസിറ്റി കിട്ടണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനെയും പ്രോഡക്റ്റ് എങ്ങനെയൊക്കെ കോമ്പിനേഷൻ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഇൻഡെപ്തിൽ അതിൻ്റെ കൺസെപ്റ്റ്സ് ഒന്നും പറയുന്നില്ല. നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു ബ്രീഫ്, ഒരു ഐഡിയ മാത്രമേ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഡിസ്ചാർജ് എന്ന് മനസ്സിലായ നമ്മളിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ബെർണൗളിസ് പ്രിൻസിപ്പിൾ, അതിനകത്ത് ഓരോ ടേമുകൾ പറഞ്ഞു. വെഞ്ചൂറിമീറ്റർ ഒറിഫേസ് മീറ്റർ നോച്ച് ഇത് നമ്മൾ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും ഈവൻ നിങ്ങളുടെ ലാബ് വൈവയ്ക്കായാലും ചോദിക്കുന്നതാണ്. വെഞ്ചൂറിമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ എന്താണ്? ഡിസ്ചാർജ്. അതെപ്പോഴും ഓർത്ത് വെച്ചാൽ പലരും അത് തെറ്റിക്കാറുണ്ട്. ഒറിഫേസ് മീറ്റർ ആയാലും നോച്ച് ആയാലും വെഞ്ചൂറിമീറ്റർ ആയാലും നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലോ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെഞ്ചൂറിമീറ്ററിന് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കിപ്പം ലാബിൽ പോയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ല. എല്ലാവരും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വീടുകളിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വെഞ്ചൂറിമീറ്ററിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പഠിച്ചത് ഓർമ്മ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു പൈപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെയാണ് ഇനി ഈ ഒരു ഫ്ലോ മെഷർമെൻറ്റ്, വോളിയം ഫ്ലോ മെഷർമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോ ഒരു പൈപ്പ്, ഇതിപ്പോൾ ഒരു പൈപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പിൽ കൂടെ ഒരു ഫ്ലോ വരുന്നുണ്ട്. ആ ഫ്ലോവിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒബ്സ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഒബ്സ്ട്രക്ഷൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഫ്ലോയ്ക്ക് തടസ്സം വരുത്തുക. തടസ്സം വരുത്താൻ നമുക്ക് പല രീതിയിൽ വരുത്താം. ഫ്ലോയുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്യാം. ഇപ്പം വെഞ്ചൂറിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും അതിൻ്റെ എന്താണ് ആ ഒരു ഫ്ലോ ഏരിയ എന്ത് ചെയ്തുമാണ് ചേഞ്ച് ചെയ്ത് കൊടുത്താണ് അവിടെ എന്ത് ചെയ്യുക? ഫ്ലോയുടെ ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എല്ലാം എന്ത് ചെയ്യുന്നത്? ഫ്ലോ മെഷർമെൻറ്റ് നടത്തുന്നതെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പം ഇവിടെ വെഞ്ചൂറിമീറ്റർ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു വെഞ്ചൂറിമീറ്ററിനെ സംബന്ധിച്ച് അതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാ ഇവിടം തൊട്ട് ഇത്രയും ഭാഗമാണ് എൻ്റെ എന്ന് പറയുന്നത് വെഞ്ചൂറിമീറ്ററിൻ്റെ പാർട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിലെത്തി. ദെൻ കുറേ ഭാഗത്തേക്ക് ഏരിയ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പിന്നെ അത് എന്ത് ചെയ്യുന്നു? കൂടി വീണ്ടും വരും. അപ്പോൾ ആദ്യത്തെ ഇത്രയും പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവേർജിങ് സോൺ അല്ലെങ്കിൽ കൺവേർജൻറ്റ് സോൺ എന്ന് പറയും. ഇതിനിടയ്ക്കുള്ള കോൺസ്റ്റൻറ്റ് ഡയമീറ്ററുള്ള ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രോട്ട് എന്ന് പറയും. ബാക്കിയുള്ള പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈവേർജിങ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പ് ഫ്ലോയിൽ നമ്മൾ ഏരിയ ഓഫ് ഫ്ലോ വേരി ചെയ്യിച്ചുകൊണ്ടാണ് ഇവിടെ ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്തത്. എന്തുവാണ് ഏരിയ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത? നമ്മൾ ഓൾറെഡി പറഞ്ഞു AV ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? AV ഈസ് എ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഏരിയ കുറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബെർണൗളിസ് പ്രിൻസിപ്പിൾ നമുക്കറിയാം, P/ρg + Z + V²/2
2g ഈസ് എ കോൺസ്റ്റൻ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ വെലോസിറ്റി കൂടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കുറയുന്നുണ്ട്, ഏരിയ കുറയുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺവെർജിങ് സോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇനീഷ്യലി ഉള്ള ഏരിയ അല്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അപ്പോൾ ഏരിയ കുറഞ്ഞ് വരുന്നു. അപ്പം വെലോസിറ്റിയും സ്ലോലി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇൻക്രീസ് ചെയ്ത് മാക്സിമം അവിടെ എത്തും, ത്രോട്ടിലെത്തുമ്പോൾ ഈ ഒരു പോർഷനിലെത്തുമ്പോൾ മാക്സിമം ആയി. കാര്യം അവിടെ ആണ് മിനിമം ഏരിയ ഉള്ളത്. മിനിമം ഏരിയ ഉള്ളിടത്ത് അപ്പം വെലോസിറ്റി എന്തുമായിരിക്കും, മാക്സിമം ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ടൈം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടൈം വെലോസിറ്റി കൂടുന്നു, അപ്പോൾ ഈ ടൈം എന്ത് ചെയ്യും, ഒരുപാട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ ടൈം ഒരുപാട് ഇൻക്രീസ് ചെയ്യുമ്പം ഒബ്വിയസ്ലി ഈ ഒരു പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, കുറയണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, എൻ്റെ ഏരിയ ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്തപ്പോൾ അവിടെ എനിക്ക് എന്ത് ചെയ്തു, ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഫ്ലോ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ പ്രഷർ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എന്താ, നമ്മളവിടെ ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്ത് കൊടുക്കും. ആ ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യുന്ന എവിടെയാണ്, ഒന്ന് അതിൻ്റെ ഫ്ലോ, അതായത് എൻ്റെ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത് പറയുന്നത്, അപ്സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ അപ്സ്ട്രീമിൽ അതായത് പൈപ്പിൽ ഇവിടെ ഒരു പ്രഷർ ടാപ്പ് കൊടുത്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലിംബ് കണക്ട് ചെയ്തു. അടുത്ത ലിംബ് കണക്ട് ചെയ്യുന്ന, അടുത്ത പ്രഷർ ടാപ്പ് കൊടുത്ത് ലിംബ് കണക്ട് ചെയ്യുന്ന എവിടെയാണ്, ത്രോട്ട് സെക്ഷനിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, കൺവെർജിങ് സോൺ എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്, കൺവെർജിങ് സോൺ ഇപ്പോൾ നമ്മൾ ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ നോക്കിയേ, കൺവെർജിങ് സോണും ഉണ്ട്, നമുക്കതുപോലെ എന്തുണ്ട്, ഡൈവർജിങ് സോണും ഉണ്ട്. അപ്പോൾ നോർമലി ഈ ഒരു ലെങ്തിനേക്കാൾ കൂടുതലാണ് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും ഓർക്കണം, നമ്മൾ ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഒന്ന്, ലെങ്ത് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഡൈവർജൻസിനേക്കാളും എന്തായിരിക്കും, ചെറുതായിരിക്കും. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഡൈവർജൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ലെങ്ത് ഓഫ് കൺവെർജൻസ്. എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്ലോ ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്, ഫ്ലോ സെപ്പറേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലോ സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫ്ലോ ഇങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ ഇത് ഈ ഒരു സർഫസിൽ ടച്ച് ചെയ്ത് പോകാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് എന്ത് ചെയ്യത്തില്ല, ടച്ചിങ് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫ്ലോയിൽ നിന്ന് ബാക്ക് ഫ്ലോ നടക്കും. അതിനെ നമ്മൾ എഡ്ഡി ഫോർമേഷൻ എന്നൊക്കെ പറയും. ഇപ്പം വെഞ്ചോറിമീറ്ററിൽ അതിൻ്റെ എഫക്റ്റ് വളരെ കുറവാണെങ്കിലും ഡൈവർജിങ് സോണിൻ്റെ ആംഗിൾ, ഈ ഒരു ആംഗിളുണ്ട്, ഡൈവേർജ് ചെയ്ത് പോകുന്ന ഈ ഒരു ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഫ്ലോ സെപ്പറേഷൻ വാല്യൂ ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി അത്രയും ഇൻഡെപ്തിലും നമുക്ക് വേണം ജസ്റ്റ് ഒരു ഐഡിയ അറിഞ്ഞിരിക്കുക. അപ്പം ആ ഒരു ഫ്ലോ സെപ്പറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, യൂഷ്വലി അതിൻ്റെ ലെങ്ത്ത് നമ്മൾ കൂട്ടിയെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ആംഗിൾ ഓഫ് ഡൈവർജൻസ്, അതായത് തീറ്റ ഡി, ആംഗിൾ ഓഫ് ഡൈവർജൻസ് ഇവിടെ ഞാൻ പറഞ്ഞു, ഈ തീറ്റ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി സെറ്റ് ബിറ്റ്വീൻ 5 to 7 ഡിഗ്രി, 5 to 7 ഡിഗ്രി. ചില ടെക്സ്റ്റ് ബുക്കൊക്കെ 5 to 15 ഡിഗ്രി എന്നൊക്കെ പറയാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പോർഷനുണ്ട്, ഇവിടെ കൺവേർജ് ചെയ്ത് വരുന്ന ഈ ഒരു ആംഗിൾ ഉണ്ട്, കൺവേർജൻ ആംഗിൾ. അപ്പം തീറ്റ സി ഉണ്ട്. തീറ്റ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് യൂഷ്വലി 20 ± 2 ഡിഗ്രി ആയിരിക്കും. 20 ഡിഗ്രി ± 2 ഡിഗ്രി, ആ ഒരു റേഞ്ചിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ആംഗിൾ ഓഫ് കൺവേർജൻസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഒന്ന് കോണിക്കൽ സെക്ഷൻസ് എന്ന് പറയുന്നത് 2 കൺവെർജൻസ് സോണും ഡൈവർജൻസ് സോണും ഉണ്ട്. അതിൽ കൺവെർജൻസ് സോണിൻ്റെ ലെങ്ത് ഷോർട്ടറും ഡൈവർജൻസ് സോണിൻ്റെ ലെങ്ത് വളരെ കൂടുതലുമായിരിക്കും. അത് കൂട്ടി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് അവിടെ എന്താണ് ഫ്ലോ സെപ്പറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആംഗിളും ഫ്ലോ സെപ്പറേഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആംഗിൾ, ഡൈവർജൻസ് സോണിൻ്റെ ആംഗിളും നമ്മൾ ഇത്രയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ത്രോട്ട് ഉണ്ട്. അപ്പോൾ ത്രോട്ടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് ഏരിയ കുറഞ്ഞ് വെലോസിറ്റി കൂടി വന്നു. വെലോസിറ്റി കൂടി ത്രോട്ടിലെത്തുമ്പോൾ വെലോസിറ്റി മാക്സിമം, പ്രഷർ എന്തോ ആയിരിക്കും, മിനിമം ആയിരിക്കും. അപ്പം ഇവിടെ പ്രഷർ മിനിമം ആകുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിനൊരു വേപ്പർ പ്രഷർ കാണും. അപ്പോൾ ആ വേപ്പർ പ്രഷറിലും താഴെ പോകാൻ പാടില്ല. താഴെ പോയാൽ എന്ത് പറ്റും, ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ ആ ഫ്ലൂയിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും താഴെയാണെങ്കിൽ അതെന്ത് ചെയ്യും, അവിടെ വെച്ച് വേപ്പറായി പോയി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ക്യാവിറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അതും വളരെ ശ്രദ്ധിച്ച്, നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ് ഒന്നും കൂടുതൽ പഠിക്കാനില്ല, എന്നാലും ഒരു ഐഡിയ തരികയാണ്. അപ്പോൾ ത്രോട്ട് സെക്ഷനിൽ പ്രഷർ മിനിമം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കണം. അത് വേപ്പർ പ്രഷറിലും താഴെ പോകാൻ പാടില്ല, അത് ഓർത്ത് വെച്ചണം. അപ്പം ത്രോട്ട് പ്രഷർ എന്ന് പറയുന്നത്, ത്രോട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും,
P will be minimum pressure ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ അതെന്തിനേക്കാളും കൂടുതലായിരിക്കണം, ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലും ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഓർക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ പൈപ്പിൻ്റെ, അതായത് കൺവെർജൻസ് സോണിൻ്റെ ഇൻലെറ്റ് പോർഷൻ ആണ്. അവിടുത്തെ ഡയമീറ്റർ, ഫസ്റ്റ് സെക്ഷൻ്റെ ഡയമീറ്റർ നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ ഡി എന്ന്, ക്യാപിറ്റൽ ഡി. ദെയർഫോർ ഏരിയ A1, ദാറ്റ് ഈസ് ഏരിയ ദി ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, π/4d² ആയിരിക്കും. അതുപോലെ ത്രോട്ട് ഡയമീറ്ററിനെ നമ്മൾ സ്മോൾ ഡി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെയർഫോർ ദ ത്രോട്ട് ഏരിയ A2 ഈസ് ദ ത്രോട്ട് ഏരിയ A2 വിൽ ബി π/4d² ആയിരിക്കും. ആൻഡ് യൂഷ്വലി ഈ ത്രോട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ പൈപ്പ് ഡയമീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡി യൂഷ്വലി റേഞ്ചസ് ബിറ്റ്വീൻ d/2 ടു d/3. ചില ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ 1/3 ടു 3/4 എന്ന് എഴുതാറുണ്ട്. അപ്പം എങ്ങനെയായാലും ആലോചിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഒന്ന് ലെങ്ത് ഓഫ് കൺവെർജൻസ് ഓൺ ഡൈവർജൻസ് ഓണിൻ്റെ കാര്യം ഓർക്കുക, ആംഗിൾ ഓഫ് ഡൈവർജൻസും കൺവെർജൻസും ആലോചിക്കുക. ദെൻ ത്രോട്ട് ഡയമീറ്ററിനെ പറ്റി ആലോചിക്കുക. ത്രോട്ടിലെ പ്രഷർ വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കണം, ത്രോട്ടിലെ പ്രഷർ മിനിമം ആയിരിക്കണം, പക്ഷേ അത് എന്തായിരിക്കും, ഒരിക്കലും വേപ്പർ പ്രഷറും താഴെ പോകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ പിന്നെ നിങ്ങളിതിൻ്റെ ഇക്വേഷൻ, ബെർണൗളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുകയാണ്, ഇതിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്, അപ്പം 1ലും 2ലും ബെർണൗളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എഴുതാം Z1 + P1/ρg + V1² = P2/ρg + Z2 + V2² ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ നമ്മൾ ഈ പീസോമീറ്റർ ഹെഡിനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന്, ദാറ്റ് ഈസ് P1/ρg + Z1 - P2/ρg + Z2 = V2² - V1² / 2g. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെഡ്, ഇത് ഇവിടുത്തെ ഹെഡ്, ആ ഹെഡ് ഡിഫറൻസ് ആണ്. ഇതിനെ നമ്മൾ പറയുന്ന പേര് വെഞ്ചൂറി ഹെഡ് എന്ന് പറയും. വെഞ്ചൂറി ഹെഡ് അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ h വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് വെഞ്ചൂറി ഹെഡ് H. സോ H വിൽ ബി = V2² - V1² / 2g. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വെലോസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് A1 V1 = എന്താണ്, A2 V2. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, V2ൻ്റെ സ്ഥാനത്ത് V2 ക്യാൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, Q ആണ് അല്ലെ, ഡിസ്ചാർജ് Q. സോ V2 ക്യാൻ ബി റിട്ടൺ ആസ് Q/A2 ആൻഡ് V1 ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്, Q/A1. ഈ കണ്ടീഷൻസ് ഈ ഇക്വേഷനെ അത്തോട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി, V2ൻ്റെ സ്ഥാനത്ത് എനിക്ക് എങ്ങനെ എഴുതാം, Q/A2 the whole square - Q/A1 the whole square / 2g. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഈ Q എന്ന് പറഞ്ഞാൽ എന്താണ്, തിയററ്റിക്കൽ ഡിസ്ചാർജാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജ് കിട്ടും. തിയററ്റിക്കൽ ഡിസ്ചാർജ് എത്രയാണ്, QTH = എന്താണ്, A1 A2 × √2GH / √A1² - A2². ഇതാണ് തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്നത്. പക്ഷേ നമുക്കറിയാം ഒരു പൈപ്പിൽ കൂടെ ഫ്ലോ നടക്കുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ഫ്രിക്ഷൻ കാരണം എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പം തിയററ്റിക്കൽ ഡിസ്ചാർജിനേക്കാളും എന്തായിരിക്കും, ആക്ച്വൽ ഡിസ്ചാർജ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദി തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആൻഡ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെ, ദാറ്റ് ഈസ് Q തിയററ്റിക്കൽ, ആ വാല്യൂവിനെ നമ്മൾ പറയുന്നവരാണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. വെഞ്ചൂറി മീറ്ററിനെ സംബന്ധിച്ച് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.9 to 0.98. 0.9 എബോവ് ആയിരിക്കും ഇതെന്ന് പറയുന്നത് വെഞ്ചൂറി മീറ്ററിൻ്റെ ഡിസ്ചാർജ് വാല്യൂ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം 0.97 തൊട്ട് 9 എന്ന് പറയുന്നത് 97 തൊട്ട് 0.99 വരെയാണ് വെഞ്ചൂറി മീറ്ററിൻ്റെ CD വാല്യൂ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ആ എച്ച് മെഷർ ചെയ്യാൻ നമ്മളിവിടെ എന്ത് കണക്ട് ചെയ്യുന്നത്? ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ അറിയാം, നമുക്ക് മാനോമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു മാനോമെട്രിക് ഫ്ലൂയിഡാണ് അല്ലേ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറിയാണ് അല്ലേ. അപ്പോൾ മെർക്കുറിയുടെ ഡെൻസിറ്റി എല്ലാവർക്കും അറിയാം. റോ വാല്യൂ എത്രയാണ്? 13,600 kg/m³ ആണ് അതിൻ്റെ ഡെൻസിറ്റി. അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13.6. എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് റോ ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000. അപ്പോൾ 13,600/1000, ദാറ്റ് ഈസ് 13.6 സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു ഹെഡ് ഡിഫറൻസ് എക്സ് എന്ന് പറയുന്നത് എന്തിലാണ് കിട്ടുന്നത്? മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡിഫറൻസ് ഈ ലെവൽ, അതായത് ഇവിടുത്തെ സെൻറ്റർ തൊട്ട് ഇവിടെ വരെയുള്ള ഇത് H1 ഇത് H2 ആണെങ്കിൽ H1 - H2 എന്ന് പറയുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ എക്സ് വാല്യൂ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ടേംസിലാണ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് ഇതല്ല വേണ്ട, മാനോമെട്രിക് ഡിഫ്ലക്ഷൻ അല്ല വേണ്ട. നമുക്ക് എപ്പോഴും എന്താണ്? ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണോ അതിൻ്റെ ടേംസിലേക്കാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരുന്നത്, എച്ചിനെ റെപ്രസെൻ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിപ്പോഴും ഓർത്ത് വെച്ചോണം. നമുക്ക് എപ്പോഴും ഹെഡ് ഡിഫറൻസ് എന്തിലാണ് കാണിക്കേണ്ടത്? ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ടേംസിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അതിനെ മാറ്റേണ്ടി വരുന്നത്. സോ എച്ച് മസ്റ്റ് ബി ഇൻ മീറ്റേഴ്സ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂഷ്വലി നമ്മൾ ആലോചിക്കുന്നത് ഈ ഫ്ലോ ചെയ്യുന്ന, ഇപ്പം നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന മെർക്കുറി ആണെങ്കിൽ ഇപ്പോൾ ജനറലി ഞാൻ പറയാം ഇതിൽ യൂസ് ചെയ്യുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി SM ആണെന്ന് വിചാരിക്കുക. ഈ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റേത് S ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് രണ്ട് കേസ് വരാം. ഒന്നെങ്കിൽ എന്താ? SM ഗ്രേറ്റർ ദാൻ S, അതായത് മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഫ്ലോയിങ് ഫ്ലൂയിഡിനേക്കാളും കൂടുതൽ. അതാണ് ഇപ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുന്ന ഈ ഒരു കണ്ടീഷൻ. അവിടെ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര? 13.6. ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് റോ ബൈ റോ ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വാട്ടർ തന്നെ. ഓക്കെ, അപ്പം വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര ആയിരിക്കും? ഡെൻസിറ്റി ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര ആയിപ്പോവും? 1 ആയിപ്പോവും. അപ്പോൾ നമുക്ക് ലാബിൽ നമ്മൾ വാട്ടറാണ് പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷൻ കറക്റ്റാണ്. ഇതിന് 13.6ഉം ഇത് എത്രയാണ്? 1 ആണ്. ഇനി ചില കേസിൽ നമുക്ക് തിരിച്ചും വരാം. എങ്ങനെ? SM ലെസ് ദാൻ S എന്നും വരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് ഓയിലായിരിക്കും. ഓയിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്താണ്? 0.8 കെറോസിനോ അതൊക്കെ വരുവാണെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും വാല്യൂ വരുന്നത്. ഇതപ്പം അതിനേക്കാളും കൂടിയൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ രണ്ട് കേസ് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു കേസാണ് വരുന്നതെങ്കിൽ ഇതിനെ എച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻ്റെ മാനോമെട്രിക് ഡിഫ്ലക്ഷൻ എത്രയാണോ അതെത്രയാണ്? എക്സ് എന്നാൽ ചില ടെക്സ്റ്റ് ബുക്കിൽ Y എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് X × SM/S-1 എന്നുള്ളത് വാല്യൂ ചെയ്യണം. ഇവിടെ ആണെങ്കിലോ ഇതൊരു X × 1 - SM/S എന്നുള്ള കണ്ടീഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കണം. നമുക്ക് H എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇൻ ടേംസ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അതും നമ്മൾ ഓർത്ത് വെച്ചോണം. ഇനി ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇതേ ഇക്വേഷൻ തന്നെയാണ് നിങ്ങൾ ഏതിനകത്തും യൂസ് ചെയ്യുന്നത്. ഒറിഫേസ് മീറ്ററിനും യൂസ് ചെയ്യുന്നത്. അവിടെ വെഞ്ചൂറി മീറ്റർ, അതായത് ഏരിയ ചേഞ്ച് ചെയ്യുന്നതിന് അവിടെ എന്ത് ചെയ്തു? സെൻറ്ററിൽ ഒരു സർക്കുലാർ പ്ലേറ്റ്, ഒരു പൈപ്പിൻ്റെ സെൻറ്ററിൽ ഒരു പ്ലേറ്റ് വെച്ചു. ആ പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്തു? ഒരു ഹോൾ കൊടുത്തു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒറിഫേസ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അടുത്ത ലെക്ചറിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഒരു ഐഡിയ, നിങ്ങൾ ഇനി ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ഓൾറെഡി മോഫിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ മോഫിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ബെൻസാലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ വർക്കിങ്ങും അതുമായിട്ട് റിലേറ്റ് ചെയ്ത സാമ്പിൾ പ്രോബ്ലംസ് ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ആൾ.